ഹായ് വെൽക്കം ടു അബീസ് വിഷൻ. ഇപ്പോൾ എയുടെ തരംഗമാണ് അല്ലേ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ തരംഗമാണ്. എല്ലാ കാര്യത്തിലും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇല്ലാണ്ട് നമുക്ക് മുന്നോട്ടേക്ക് പോകാൻ പറ്റാത്ത സാഹചര്യമാണ്. ഇപ്പോഴത്തെ ഏറ്റവും വലിയ തരംഗമായി മാറിയിരിക്കുന്നത് നമ്മുടെ ഫേസ്ബുക്കിലാണെങ്കിലും ഇൻസ്റ്റാഗ്രാമിൽ അതുപോലെ തന്നെ വാട്സപ്പിലൊക്കെ സ്റ്റാറ്റസ് ആയിട്ടും DP ആയിട്ടൊക്കെ എല്ലാവരും വെക്കുന്നത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ നമ്മളെ ഫേസ്ബുക്ക് അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം അങ്ങനെയുള്ള വാട്സപ്പ് ഇതിൻ്റെയൊക്കെ ഐക്കണിന്റെ മുകളിലൊക്കെ നമ്മൾ ഇരിക്കുന്ന പോലുള്ള രൂപം, അതുപോലെ നമ്മുടെ പേര് അതിന്റെ ബാക്കിൽ പ്രിന്റ് ചെയ്ത് വന്നിട്ട് നല്ല അടിപൊളിയായിട്ട് 3D എഫക്റ്റിലൊക്കെ ഉള്ളത് അത് നമ്മൾ പലരും ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു സംശയമാണ് എങ്ങനെയാണ് അവർ ചെയ്യുന്നത് എന്നുള്ളത്. അപ്പോൾ നമ്മളെ പോലുള്ള സാധാരണ ആളുകൾക്ക്, ഇത് ചെയ്യാൻ അറിയാത്ത ആളുകൾക്ക് ഇത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് ഞാൻ കൃത്യമായിട്ട് കാണിച്ചു തരാം. എന്നിട്ട് നമുക്കും ഇതേപോലെ, അവർക്ക് മാത്രം ചെയ്താൽ പോലെ നമുക്കൊന്നൊക്കെ ഒന്ന് ചെയ്ത് നോക്കണ്ടേ അല്ലേ. അപ്പോൾ നമ്മളും ഇതുപോലെ ഒന്ന് ചെയ്തിട്ട് നമുക്ക് എങ്ങനെയാണ് നമുക്ക് സ്റ്റാറ്റസ് ആയിട്ട് DP ആക്കി വെക്കാൻ പറ്റുക എന്നുള്ളത് ഞാൻ ഇതിൽ കാണിച്ചു തരാം. അതിന് മുൻപ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നതെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ തൊട്ടതിൽ ലൈക്കും, പിന്നെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യാനും മറക്കരുത്. മൊബൈൽ ഓപ്പൺ ചെയ്തതിന് ശേഷം ഞാൻ നല്ലൊരു കാര്യം കാണിച്ചു തരാം. നമ്മളുടെ ഏറ്റവും വലിയ ട്രെൻഡാണ് ഇപ്പോഴുള്ള വാട്സപ്പിൽ സ്റ്റാറ്റസ് ആയിട്ട് അല്ലെങ്കിൽ പ്രൊഫൈൽ പിക്ചറായിട്ട് DP ആയിട്ടൊക്കെ നമ്മൾ വെക്കുന്നതാണ്. ഇപ്പം നമ്മുടെ സോഷ്യൽ മീഡിയ ലോഗോ ആയ ഫേസ്ബുക്കോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൻ്റെയൊക്കെ മുകളിൽ കയറിയിരിക്കുന്ന ഒരു AI ഇമേജ് അല്ലേ. ഇത് ഞാൻ എൻ്റെ വാട്സപ്പ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. വാട്സപ്പ് ഓപ്പൺ ചെയ്തു. അതിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണിച്ചു തരാം. ഞാൻ ക്രിയേറ്റ് ചെയ്തതാണ്. ഇതുപോലെ നിങ്ങൾക്കും നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള AI ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ ഇതേപോലുള്ളൊരു DP നമുക്കും തയ്യാറാക്കി വെക്കാം. അടിപൊളിയായിട്ട് തന്നെ. ബാക്കിയുള്ളവർക്ക് മാത്രം ഉണ്ടാക്കിയാൽ പോരല്ലോ, നമുക്ക് അതൊക്കെ ഒന്ന് ഉണ്ടാക്കി വെക്കണ്ടേ അല്ലേ. അപ്പോൾ അതിനായി നമ്മൾ ചെയ്യേണ്ടത് വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. മൊബൈലിനെ കുറിച്ച് ഒരു അറിവില്ലാത്തവർക്ക് പോലും ചെയ്യാൻ പറ്റും. അത് നമ്മൾ ചെയ്യേണ്ടത് ആദ്യം നമ്മുടെ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തു അല്ലേ. പ്ലേ സ്റ്റോറിൽ നമ്മൾ ബിങ് എന്നൊന്ന് ടൈപ്പ് ചെയ്യാം. BING ബിങ് ഒന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബിങ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ, ഇതാണ് എയുടെ ബിങ്. വളരെ സേഫ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ തന്നെയാണിത്. മൈക്രോസോഫ്റ്റിൻ്റെ ഒരു ആപ്ലിക്കേഷനാണ്. ഇവിടെ നമുക്ക് ബിങ് ഏകദേശം അതിൻ്റെ സ്റ്റാർ റേറ്റിംഗ് കാണിക്കുന്നുണ്ട്. 50 മില്യൺ ആളുകൾ ഇത് ഡൗൺലോഡ് ചെയ്തതായിട്ട് കാണിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇത് ഓപ്പൺ ചെയ്യാം. ഞാൻ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചത് കൊണ്ടാണ് ഓപ്പൺ വരുന്നത്. നിങ്ങളാണെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യേണ്ടി വരും ആദ്യം. അതിനുശേഷം ഇവിടെ മുകളിലുള്ള പ്രൊഫൈൽ ഐക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം അവിടെ നിങ്ങൾക്ക് ഒന്ന് രജിസ്റ്റർ ചെയ്യാം. നിങ്ങളുടെ ഇമെയിൽ ID കൊടുത്ത് രജിസ്റ്റർ ചെയ്താൽ മാത്രമേ നമുക്ക് ഫുൾ വേർഷൻ കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങളൊന്ന് നിങ്ങളുടെ ഇമെയിൽ ID കൊടുത്തിട്ടൊന്ന് രജിസ്റ്റർ ചെയ്യുന്നത് നല്ലതാണ്. അതിനുശേഷം നമുക്ക് താഴെ കുറച്ച് ഇമേജസ്, ഡിഫോൾട്ടായിട്ടുള്ള കുറച്ച് ഇമേജസ് കാണാം. ഇവിടെ കൊടുത്തിട്ടുണ്ട്. ക്രിയേറ്റ് ഇമേജ് എന്ന് പറഞ്ഞിരിക്കുന്നൊരു ഓപ്ഷൻ ഇവിടെ കാണിക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് ഇമേജ് ക്രിയേറ്റർ ഇവിടെ കാണിക്കുന്നുണ്ട് അല്ലേ. ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഇവിടെ ക്ലിക്ക് ചെയ്താൽ ഡിഫോൾട്ടായിട്ട് കുറേ ഇമേജുകൾ നമുക്കിവിടെ താഴെ ഡിസ്പ്ലേ ആയിട്ട് വരും. ഇതിലേതെങ്കിലും നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്കത് ചെയ്യാം. പക്ഷേ ഇപ്പോഴത്തെ ട്രെൻഡ് ഇതേപോലുള്ള സോഷ്യൽ മീഡിയ ലോഗോസിൻ്റെ മുകളിലൊക്കെ കയറിയിരിക്കുന്ന പിക്ചേഴ്സാണ്. അത് ഏതെങ്കിലും സെലക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ഇവിടെ താഴെ മറ്റൊരു കാര്യം കൊണ്ട് ഫ്രീക്വൻ്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻസ് കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ കാര്യങ്ങൾ ഒക്കെ ഉണ്ടെങ്കിൽ, സാധാരണ ആളുകൾക്ക് ഉണ്ടാകുന്ന ഡൗട്ടുകളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഒന്ന് വായിച്ചു നോക്കിയാൽ ഇതിലുള്ള എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ വരുന്നുണ്ട് നിങ്ങൾക്ക് അവിടെ ക്ലിയർ ചെയ്യാൻ പറ്റും. ഇവിടെ നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന സമയത്ത് ഇവിടെ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. നമുക്ക് എന്താണ് നമുക്ക് വേണ്ടതെന്ന്, നമ്മൾ എന്താണ് മനസ്സിൽ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നമുക്ക് AIനോട്, അതായത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനോട് നമുക്കത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അത് ഇംഗ്ലീഷ് ഭാഷയിലാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഗൂഗിൾ ട്രാൻസ്ലേറ്ററിലൊന്ന് പറഞ്ഞു കൊടുത്ത് അതൊന്ന് ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്ത് അതിവിടേക്ക് കോപ്പി പേസ്റ്റ് ചെയ്താൽ മതി. മലയാളത്തിൽ പറഞ്ഞാൽ ഇംഗ്ലീഷിലേക്ക് ടൈപ്പ് ചെയ്ത് വരും. അതല്ലെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ ജസ്റ്റ് ചെറിയൊരു വാക്കന്നെ ടൈപ്പ് ചെയ്താലും മതി. ഗേൾ സിറ്റിംഗ് ഓൺ ദി ടോപ്പ് ഓഫ് സോഷ്യൽ മീഡിയ ലോഗോ അല്ലെങ്കിൽ ഫേസ്ബുക്ക് എന്നൊന്ന് ടൈപ്പ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഏത് സാധാരണക്കാർക്കും സിമ്പിളായിട്ട് തന്നെ ഒന്ന് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ഗേൾ ആണെങ്കിൽ ഗേൾ കൊടുക്കുക, അല്ലെങ്കിൽ ബോയ് ആണെങ്കിൽ ബോയ് കൊടുക്കുക. എന്നിട്ട് നമുക്കൊന്ന് ക്രിയേറ്റ് ചെയ്ത് നോക്കാം. ഇവിടെ ക്രിയേറ്റ് ബട്ടൺ ഉണ്ട്. ഇവിടെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. വളരെ സെക്കൻഡ് വെച്ച് തന്നെ നമുക്ക് നല്ല അടിപൊളി AI, ബാക്കിയുള്ള എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെയുള്ളൊരു AIയുടെ 3D ലോഗോ തന്നെ നമുക്ക് അനിമേറ്റഡ് ആയിട്ടുള്ള അടിപൊളി പ്രൊഫൈൽ പിക്ചർ വെക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ DP വെക്കാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്ത് തരും. കുറച്ച് സമയം എടുക്കുന്നുണ്ട്, കണ്ടില്ലേ. നല്ല
സ്റ്റൈലിഷ് ആയിട്ടുള്ള നല്ലൊരു 4 ഇമേജസ് ആണ് നമുക്ക് തന്നത്. നമുക്ക് അതിൽ ഏത് വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാം. ഞാൻ ഒന്ന് സെലക്ട് ചെയ്ത് കാണിച്ചു തരാം. കണ്ടില്ലേ, നല്ല ക്യൂട്ടായിട്ടുള്ള ഫോട്ടോസ് അല്ലേ, നല്ല അടിപൊളി 3D ആണ് നമുക്ക് വന്നിരിക്കുന്നത് അല്ലേ. ഇത് നമുക്ക് DP ആയിട്ട് നമുക്ക് വെക്കാൻ പറ്റും. നിങ്ങൾക്ക് ഗാലറിയിലേക്ക് സേവ് ചെയ്യാം, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാം. ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനാണെങ്കിൽ ഇവിടെ താഴെ നമുക്കിവിടെ കോപ്പി എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഷെയർ പറഞ്ഞിരിക്കുന്ന ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കോപ്പി എന്ന് പറഞ്ഞിരിക്കുന്ന ഓപ്ഷൻ കാണാം അല്ലേ. അപ്പോൾ ആ ലിങ്ക് കോപ്പി ചെയ്തിട്ട് നമുക്ക് ഫേസ്ബുക്കിലോ വാട്സപ്പിലോ ഒക്കെ ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കാൻ പറ്റും. ഇനി അതല്ല നിങ്ങൾക്ക് ഗാലറിയിലേക്ക് ഡൗൺലോഡ് ചെയ്യുകയാണ് വേണ്ടെങ്കിൽ അതിൻ്റെ ആ 3 ഡോട്ട്സിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ഡൗൺലോഡ് എന്ന ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡൗൺലോഡ് ഓപ്ഷൻ വരും. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഗാലറിയിലേക്ക് ഡൗൺലോഡ് ചെയ്യാനും സാധിക്കും. ഇനി മറ്റൊരു ഓപ്ഷൻ ഞാൻ പറഞ്ഞുതരാം. ഇനി നിങ്ങൾക്ക് ഈ ഒരു ഇമേജിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പേര് വരണം എന്ന് വിചാരിക്കുക. അതായത് നിങ്ങൾ ബോയ് ആണോ അല്ലെങ്കിൽ ഗേൾ ആണോ അതിവിടെ ടൈപ്പ് ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്തിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്താലും മതി. ഞാൻ ഇവിടെ നിന്ന് ടൈപ്പ് ചെയ്ത് പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഞാൻ എൻ്റെ പേര് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ കൃത്യമായിട്ട് അതിൻ്റെ കൂടെ തന്നെ നെയിം എന്ന് കൂടി വെച്ചിട്ട് നമ്മുടെ പേര് വെക്കുക. അതിനുശേഷം അതൊന്ന് ക്രിയേറ്റ് കൊടുത്ത് നോക്കിയാൽ നമ്മുടെ പേര് ഈ പറഞ്ഞിരിക്കുന്ന പിക്ചറിൻ്റെ 3D ഇമേജിൻ്റെ ബാക്ക് സൈഡിലായിട്ട് നമ്മുടെ പേര് വരും. പിന്നെ ഇതെല്ലാം ഇപ്പോൾ ട്രയൽ വേർഷനൊക്കെ ആയിട്ടാണ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഇമേജിലൊക്കെ പേര് കൊടുക്കുന്ന സമയത്ത് ചെറിയ സ്പെല്ലിംഗ് മിസ്റ്റേക്കുകളൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കൊന്ന് നോക്കാം നമ്മൾ ക്രിയേറ്റ് ചെയ്ത ആ 3D AI പിക്ചർ എങ്ങനെയാണ് വരിക എന്നുള്ളത്. നമ്മുടെ പേര് അതിൽ പ്രിന്റഡ് ആയിട്ട് വന്നിട്ടുണ്ടോ എന്നുള്ളത് കൂടി നമുക്ക് നോക്കാം. കണ്ടില്ലേ, 4 ഇമേജാണ് വന്നത്. നമുക്ക് അതിൽ ഏത് വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാം. നമുക്ക് DP ആയി നമുക്ക് വെക്കാൻ പറ്റും, വാട്സപ്പിൽ സ്റ്റാറ്റസ് ആയിട്ട് വെക്കാൻ പറ്റും. ബാക്കിയുള്ള എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ നമുക്കും ഇനി ഇതേപോലുള്ള സ്റ്റൈലിഷ് ആയിട്ടുള്ള AI 3D പിക്ചേഴ്സ് നമുക്ക് ഫോണിൽ സ്റ്റാറ്റസ് ഒക്കെ വെക്കാൻ പറ്റും. ഇത്ര സിമ്പിളായിട്ട് നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. നമ്മൾ മറ്റുള്ളവർ ചെയ്യുന്ന സമയത്ത് നമ്മൾ വിചാരിക്കുന്നതോ വലിയൊരു കാര്യമാണെന്നാണ് നമ്മൾ വിചാരിക്കുക. പക്ഷെ നമുക്കും ഇതേപോലെ വളരെ സിമ്പിളായിട്ട് ഇതേപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. ഇത് മാത്രമല്ല ഇനിയും കുറേ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനുണ്ട്. അത് നിങ്ങൾ ചെയ്യേണ്ടതാണ്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് കാണുന്നില്ല, സബ്സ്ക്രൈബ് ബട്ടണും തൊട്ടടുത്തുള്ള ലൈക്ക് ബട്ടണും പിന്നെ എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള നല്ല അടിപൊളി ഇൻഫോർമേറ്റീവ് ഉള്ള വീഡിയോസുമായി വരുന്നവർ ഇറ്റ്സ് മീ അഭിലാഷ് രാഘവ് സൈനിങ് ഔട്ട്.